ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയും കൂടെ ഞാനിതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. എന്നാൽ നമുക്ക് നേരിട്ട് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു ബാഗാണ് കേട്ടോ കാണിക്കുന്നത്. ഈ ഒരു ബാഗ് നമ്മൾ യാത്രയിലൊക്കെ കൊണ്ടുപോകുമല്ലോ, ട്രോളി ബാഗായിട്ടും അതേപോലെ ഹാൻഡ് ബാഗൊക്കെ നമ്മൾ യാത്രയിലൊക്കെ കൊണ്ടുപോകുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ നമ്മളൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കട്ടോ. ഈ ഒരു സിബിൻ്റെ രണ്ടറ്റവും ഇതേപോലെ ഒരു സേഫ്റ്റി പിൻ ഇങ്ങനെ കുത്തി കൊടുക്കാം. അങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ അതവിടെ ലോക്കായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഈ ഒരു സിബിന് ഈ ഒരു രണ്ടറ്റത്തും ഈ ഒരു പിന്ന് ഇതേപോലെ കുത്തി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സിബ് തുറക്കാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ കുത്തിയെടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ ദൂരയാത്രയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് ഉറക്കം വന്ന് നമ്മൾ ഉറങ്ങിയൊക്കെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടിപ്പ് നമുക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ടിപ്പ് തന്നെയാണ്. ഇതേ രീതിയിൽ നമ്മൾ സേഫ്റ്റി പിന്ന് കുത്തി കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പെട്ടെന്നൊന്നും ആ ഒരു സിബ് തുറന്നെടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മൾ പിന്നെ അഴിച്ചിട്ട് വേണമല്ലോ ഈ ഒരു സിബ് തുറക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാനും പറ്റും. താക്കോലൊന്നും ഇല്ലെങ്കിൽ പൂട്ടൊന്നും ഇല്ലാത്ത സമയങ്ങളിൽ ഈ ഒരു പിന്ന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ ചാവിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ചാവി നമുക്ക് കാണാതായി പോവുമല്ലോ. അപ്പോൾ നമുക്കിത് അതേപോലെ ഒരു സേഫ്റ്റി പിന്ന് ഇങ്ങനെ കുത്തി കൊടുക്കട്ടോ. ഈ ഒരു ചാവിൻ്റെ മുകളിൽ ഇങ്ങനെ കുത്തിയതിന് ശേഷം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഹാങ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ചാവി കണ്ടെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. അതേ രീതിയിൽ നമ്മൾ വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കൊളുത്തിലോ ഹാങ്ങറിലോ ഒക്കെ ഇങ്ങനെ കൊളുത്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് ആ ഒരു ചാവി നഷ്ടപ്പെട്ടു പോവില്ല, വേഗത്തിൽ തന്നെ കണ്ടു കിട്ടാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും ചെയ്ത് നോക്കുക. കീ ചെയിൻ ഇല്ലാത്ത ചാവികൾക്കൊക്കെ ഇതേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ ഒരു എണ്ണ ഒഴിച്ചു വെക്കുന്ന പാത്രമാണ് കേട്ടത്. നല്ല രീതിയിൽ തന്നെ ഇതിൽ എണ്ണമയം ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോട്ടിലെ എണ്ണമയം പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള ഒരു കിടിലൻ ടിപ്പാണിത്. ഞാനിതാ ഈ ഒരു ബോട്ടിലേക്ക് കുറച്ച് ലിക്വിഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാത്രം കഴുകുന്ന ആ ഒരു വിമ്മിൻ്റെ ലിക്വിഡോ അതേപോലെ ഹാൻഡ് വാഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക, ഒരു പത കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് ടിഷ്യൂ പേപ്പറാണ് ഇട്ട് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഇതേപോലെ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ നമ്മൾ ഷെയ്ക്ക് ചെയ്യുന്ന സമയത്ത് വേഗത്തിൽ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു എണ്ണമയമെല്ലാം ഈ ഒരു ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളൂ കേട്ടോ. ഒരിക്കലും നമുക്ക് ഈ ഒരു ബോട്ടിൽ എണ്ണൻ്റെ ബോട്ടിലാണെന്ന് അറിയേയില്ല. അത്രയ്ക്കും നല്ല ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം. നമുക്കിതിലേക്ക് ചൂടുവെള്ളമോ അതേപോലെ സോപ്പും പൊടിയോ പിന്നെ സ്ക്രബ്ബറോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ഡിഷ് വാഷും അതേപോലെ തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും ഇട്ടുകൊടുത്താൽ മാത്രം മതി. നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്ര പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കാണെങ്കിലും നമുക്ക് വേഗത്തിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ അടുത്തത് ഞാൻ പറയുന്നത് അത് ഇതിൽ വീഡിയോ കാണിക്കുന്നില്ലേ പറയാം കേട്ടോ. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനത്തെ ഈ ഒരു എണ്ണമയുള്ള ബോട്ടിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോട്ടിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. ഈ ഒരു വീഡിയോ ഞാനിതിൽ കാണിച്ചിട്ടില്ല, പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഈ ഒരു രണ്ട് ടിപ്പിലും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഒന്ന് നമ്മൾ ഇതിലേക്ക് ഡിഷ് വാഷും അതേപോലെ തന്നെ ഐസ് ക്യൂബും ഇട്ടെടുത്തിട്ട് നല്ല രീതിയിൽ ഷേക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണമയം പോയി കിട്ടും. ഇനി മറ്റൊരു ടിപ്പ് ഞാൻ പറയുന്നത് ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷും അതേപോലെ തന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും കീറിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴും നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എണ്ണമയെല്ലാം പോയി കിട്ടാനായിട്ട് പറ്റും. അപ്പം ഈ ഒരു രണ്ട് ടിപ്പ് കാണിച്ചതിൽ ഏതാണോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ നല്ല തണുപ്പാണല്ലോ രാവിലെയൊക്കെ അല്ലേ.
അപ്പോൾ വേഗത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറുന്നത് എല്ലാവർക്കും കാണപ്പെടുന്ന ഒരു കുഴപ്പം തന്നെയാണ്, കാലിൻ്റെ ഉപ്പൂറ്റി വിണ്ട് കീറുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള ഒരു ഐഡിയ ആട്ടത്. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ലെമൺ ഇതേപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടോ. ഈ ഒരു ജ്യൂസ് നല്ല രീതിയിൽ തന്നെ ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വാസ്ലീൻ ഇട്ട് കൊടുക്കട്ടോ. കുറച്ച് വാസ്ലീൻ എടുക്കുക. എന്നിട്ട് ഈ ഒരു വാസ്ലീൻ ഇതാ ഞാനൊരു തവിയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു തവി ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് മെൽറ്റായി കിട്ടും കേട്ടോ ഈ ഒരു വാസ്ലീൻ. ഇനിയിപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഈ ഒരു തവി ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെയും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഈ ഒരു വാസ്ലീന് മെൽറ്റായി കിട്ടും കേട്ടോ. ഒന്നുകിൽ നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിൽ ഈ ഒരു തവി വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു വാസ്ലീന് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ലെമൺ ജ്യൂസിലേക്ക് ഈ ഒരു വാസ്ലീൻ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേഗത്തിൽ തന്നെ ആ ഒരു വാസ്ലീൻ മെൽറ്റ് ആയിട്ടുള്ളത് കട്ട കെട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ആ ഒരു ചൂടോടെ തന്നെ ഈ ഒരു ചെറുനാരങ്ങ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നമ്മൾ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ നമ്മുടെ കാലിൽ എവിടെയാണോ നമുക്ക് ആ ഒരു വിള്ളിച്ചുള്ളത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. ചെറിയ ചൂടിൽ തന്നെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. അങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കാലിൽ സോക്സ് ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ആയിരിക്കണം കേട്ടോ അത് തേച്ച് കൊടുക്കാനായിട്ട്. അങ്ങനെ തേച്ചതിന് ശേഷം നമ്മൾ സോക്സ് ഇട്ടിട്ട് നമ്മൾ കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് നല്ല വെള്ളത്തിലൊന്ന് കഴുകി കളയാം കേട്ടോ. ഈ ഒരു വാസ്ലീനും ചെറുനാരങ്ങയും മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ബാം കാലിൻ്റെ ഉപ്പൂറ്റിയിലൊക്കെ ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ അതവിടെ സെറ്റായി കിട്ടും കേട്ടോ. ഇങ്ങനെ വിണ്ട് കീറിയിട്ടുള്ള ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ അവിടെ സെറ്റായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. ഒരിക്കലും നമുക്ക് വിണ്ട് കീറിയിട്ടുള്ള ആ ഒരു പ്രശ്നം ഉണ്ടാവേയില്ല. ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല റിലീഫ് കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത്. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. പ്രായമായവരിലും അതേപോലെ കുട്ടികളിലും എല്ലാം കാണപ്പെടുന്ന ഒരു അസുഖം തന്നെയാണിത്, ഈ ഒരു കാലിൻ്റെ വെള്ളിച്ച എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ഇനി നമുക്കിതിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കട്ടോ. എന്നിട്ട് നമ്മൾ രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ എന്നും ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേഗത്തിൽ റിലീഫ് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും അറിയാത്തവരുണ്ടാവില്ല, അവർക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പച്ചരി, ഒരു ഗ്ലാസ് പച്ചരി കുതിർത്തിട്ടുള്ള അരി കേട്ടോ, 2 മണിക്കൂർ കുതിർത്ത അരിയാണിത്. ഇത് ഞാൻ കഴുകിയിട്ട് മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ടേക്ക് ചെറിയ ജീരകം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ടേക്ക് ഇതാ ശർക്കര പാനിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ശർക്കര പാനി നമ്മൾ ചൂട് തണഞ്ഞതിന് ശേഷം ആവണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അരി അരയ്ക്കുന്നത് ഈ ഒരു ശർക്കര പാനിയിലാവണം കേട്ടോ അരി അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 ഏലക്ക ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പച്ചരി ശർക്കര പാനിയിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്തിട്ട് ഞാൻ ഇതിൽ വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് കുറച്ച് മൈദയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മൈദ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. എത്രത്തോളമാണോ നമ്മൾ ഈ ഒരു മാവ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് അനുസരിച്ചിട്ട് നമ്മൾ മൈദ ചേർത്ത് കൊടുക്കുക കേട്ടോ. മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ഈ ഒരു രൂപമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കോട്ടേക്ക് കുറച്ച് കരിഞ്ചീരമോ അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കറുത്ത എള്ളോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്കിതിലോട്ടേക്ക് കുറച്ച് അപ്പക്കാരം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊങ്ങി വരാനും ഒരു സോഫ്റ്റ് കിട്ടാനാണ് നമ്മളിതിൽ മൈദയും അപ്പക്കാരവും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കണം കേട്ടോ നമ്മുടെ ഈ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി നമുക്ക് ചട്ടി അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓരോ തവി ഈ ഒരു കുഴിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി നല്ല ടേസ്റ്റുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല സോഫ്റ്റുള്ള ഒരു ഉണ്ണിയപ്പം തന്നെയാണ് കേട്ടത്. അപ്പോൾ നമുക്ക് ഇനി ഒന്നുകൂടെ ഇതിൽ സോഫ്റ്റ് കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചെറിയ പഴമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറിയ പഴം നമുക്ക് നല്ല രീതിയിൽ തന്നെ കൈവച്ചിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഈ ഒരു മാവിലേക്ക് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ് നമ്മളത് കഴിക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. നമ്മുടെ വൈകുന്നേരത്തെ കട്ടനപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഇന്ന് ചെയ്തിട്ടുള്ള ടിപ്സുകൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.